അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയ പഠിതാക്കളെ, ഇന്ന് നമ്മൾ സൊർഫിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണുള്ളത്. ഈ ക്ലാസ്സിൽ നമുക്ക് പ്രധാനമായി പഠിക്കാനുള്ളത് ളമീറുകളെക്കുറിച്ചാണ്. ളമാഇറു, പ്രൊനൗൺസ്, സർവനാമങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യമായി ളമീറുകൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു നാമം അതിൻ്റെ ആവർത്തനത ഒഴിവാക്കാൻ വേണ്ടി പകരം വെക്കുന്ന നാമങ്ങളാണ് സർവനാമങ്ങൾ. ഈ സർവനാമങ്ങൾക്ക് അറബിയിൽ പറയുന്ന പേരാണ് ളമീറുകൾ, ളമാഇറു. ഉദാഹരണത്തിന്, മുഹമ്മദ് നല്ല ഒരു ആൺകുട്ടിയാണ്, മുഹമ്മദ് പരിശ്രമശാലിയാണ്, മുഹമ്മദ് ബുദ്ധിമാനാണ്, മുഹമ്മദുൻ വലതുൻ സാലിഹുൻ, മുഹമ്മദുൻ മുജ്തഹിദുൻ, മുഹമ്മദുൻ ദക്കിയുൻ. ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ അങ്ങനെ പറയാറില്ല അല്ലേ. മുഹമ്മദ് എന്നുള്ള ആ പേരിൻ്റെ ആവർത്തനത ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം പറയും എന്താ, മുഹമ്മദ് നല്ലൊരു ആൺകുട്ടിയാണ്. പിന്നെ നമ്മൾ മുഹമ്മദിന് പകരം എന്ത് വെക്കും, അവൻ പരിശ്രമശാലിയാണ്, അവൻ ബുദ്ധിമാനാണ്. ഇതേപോലെ തന്നെ അറബിയിലും പറയും മുഹമ്മദുൻ വലതുൻ സാലിഹുൻ, ഹുവ മുജ്തഹിദുൻ, ഹുവ ദക്കിയുൻ. ആ ഹുവ എന്ന വാക്ക് അല്ലെങ്കിൽ അവൻ എന്ന വാക്ക് അതാണ് ളമീർ. അപ്പോൾ ഒരു ഇസ്മിന് പകരം വെക്കുന്ന നാമമാണ് സർവനാമം. ളമീർ, പ്രോനൗൺ എന്നാൽ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായി പഠിക്കാനുള്ളത് അറബിയിലെ ളമീറുൻ മുൻഫസിലുനാണ്. മുൻഫസിലായ ളമീർ, അതായത് ഡിറ്റാച്ച്ഡ് പ്രോനൗൺ, ഒറ്റയ്ക്ക് നിൽക്കുന്ന ളമീറുകളെക്കുറിച്ചാണ് നമുക്ക് ആദ്യമായി പഠിക്കാനുള്ളത്. നമ്മൾ എഴുതുമ്പോൾ ഞാൻ ഇതിൽ തന്ന അതേ ഫോർമാറ്റിൽ തന്നെ എഴുതുക. ആദ്യം ഗായിബ് 6 പേര്, ഹാലിർ 6 പേര്, പിന്നെ മുത്തക്കലിം. ഗായിബ് എന്ന് പറഞ്ഞാൽ 6 പേര് ഇവിടെ ഇല്ലാത്തവർ, ഹാലിർ 6 പേര് നമ്മുടെ നേരെ മുന്നിലുള്ളവർ, മുത്തക്കല്ലിമ് ഞാനും ഞങ്ങളും, അങ്ങനെ എഴുതുക. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കോളം വരച്ചിട്ട് നമ്മൾ പഠിക്കുക. മുഫ്രദ് ഏകവചനം, മുസന്ന ദ്വിവചനം, ജംഅ് ബഹുവചനം. ഇതേപോലെ എഴുതി പഠിക്കുകയാണെങ്കിൽ ളമീറുകൾ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാനായി സാധിക്കും. അപ്പോൾ ഗായിബായിട്ടുള്ളത് ആദ്യം നോക്കാം. ഇവിടെ ഇല്ലാത്തവർ ഹുവ അവൻ, ഹുമാ അവർ 2 പുരുഷന്മാർ, ഹും അവർ 2-ലധികം പുരുഷന്മാർ, ഹിയ അവൾ, ഹുമാ അവർ 2 സ്ത്രീകൾ, ഹുന്ന അവർ 2-ലധികം സ്ത്രീകൾ. ഇനി ഹാലിറിനെ നോക്കാം. ഹാലിറിൽ മുദക്കർ ആദ്യം നോക്കാം. മുഫ്രദ് മുദക്കർ അൻത നീ ഒരു പുരുഷൻ. ഇനി മുസന്ന ദ്വിവചനം അൻതുമാ നിങ്ങൾ 2 പുരുഷന്മാർ, അൻതും നിങ്ങൾ 2-ലധികം പുരുഷന്മാർ, അത് ജംആണ്, ബഹുവചനമാണ്. ഇനി സ്ത്രീലിംഗം നോക്കാം. നേരെ മുന്നിലുള്ളവരാണ് ഹാലിർ, അവരുടെ സ്ത്രീലിംഗം മുഅന്നസ് നോക്കാം. അൻതി നീ ഒരു സ്ത്രീ, അൻതുമാ നിങ്ങൾ 2 സ്ത്രീകൾ, അൻതുന്ന നിങ്ങൾ 2-ലധികം സ്ത്രീകൾ. ഇനി മുത്തക്കല്ലിമിലേക്ക് നോക്കാം. മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ, ഗായിബ് തേർഡ് പേഴ്സൺ, ഹാലിർ സെക്കൻഡ് പേഴ്സൺ, മുത്തക്കല്ലിം ഫസ്റ്റ് പേഴ്സൺ, ഞാനും ഞങ്ങളും. അന ഞാൻ, അന മുഫ്രദാണ്, സിംഗുലറാണ്, ഞാൻ. അത് പുരുഷനായാലും സ്ത്രീ ആയാലും മുദക്കറായാലും മുഅന്നസ് ആയാലും അന എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. നെഹ്നു ഞങ്ങൾ, അത് ദ്വിവചനം, മുസന്നക്കും ജംഇനും ഒക്കെ നെഹ്നു തന്നെയാണ് ഉപയോഗിക്കുക. അത് മുഅന്നസ് ആയാലും മുദക്കറായാലും പുരുഷനായാലും സ്ത്രീ ആയാലും നെഹ്നു എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ളമീറുൽ മുൻഫസില കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് ളമീറുൽ മുത്തസില, അറ്റാച്ച്ഡ് പ്രോനൗൺ നമുക്ക് പഠിക്കാം. ളമീറുകൾ ഇസ്മിനോടും ഫിഅലിനോടും ഹർഫിനോടും ചേർന്ന് വരാറുണ്ട്, അറ്റാച്ച് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് വരിക? ളമീറുൻ മുൻഫസില പോലെയല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. അറ്റാച്ച് ചെയ്ത് വരുന്ന പ്രോനൗണുകൾ ളമീറുകൾ എങ്ങനെയാണെന്നാണ് ഞാൻ ആദ്യത്തെ പട്ടികയിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരിക്കലും വരില്ല. ഒരു ഇസ്മിനോടോ ഫിഅലിനോടോ ഹർഫിനോടോ അറ്റാച്ച് ചെയ്തിട്ടാണ് വരാറുള്ളത്. എന്നാൽ അറ്റാച്ച് ചെയ്ത് വരുന്ന രീതി മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഈ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യമായിട്ട് ഗായിബിൻ്റെ 6 എണ്ണം, ഹാലിറിൻ്റെ 6 എണ്ണം, മുത്തക്കല്ലിമിൻ്റെ 2 എണ്ണം, അങ്ങനെ മൊത്തം 14 എണ്ണം. ഗായിബിൻ്റെ മുദക്കർ നമുക്ക് നോക്കാം. ഹു അവൻ്റെ, ഹുമാ അവർ 2 പേരുടെ, ഹും അവർ 2-ലധികം പുരുഷന്മാരുടെ, ഹാ അവളുടെ, ഹുമാ അവർ 2 സ്ത്രീകളുടെ, ഹുന്ന അവർ 2-ലധികം സ്ത്രീകളുടെ, ഖ നിൻ്റെ, കുമാ നിങ്ങൾ 2 പുരുഷന്മാരുടെ, കും നിങ്ങൾ 2-ലധികം പുരുഷന്മാരുടെ, കി നീ ഒരു സ്ത്രീയുടെ, കുമാ നിങ്ങൾ 2 സ്ത്രീകളുടെ, കുന്ന നിങ്ങൾ 2-ലധികം സ്ത്രീകളുടെ. ഇനി മുത്തക്കല്ലിം ഈ എന്ന് പറഞ്ഞാൽ എൻ്റെ, നാ ഞങ്ങളുടെ. ഇങ്ങനെ ഒരിക്കലും ഒറ്റയ്ക്ക് വരാറില്ല.
അതൊരു ഇസ്മിനോടോ ഫിഅലിനോടോ ഹർഫിനോടോ ചേർന്ന് വരാറുള്ളൂ. ഇത് ഞാൻ മനസ്സിലാകാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒരു ടേബിൾ തയ്യാറാക്കി എന്ന് മാത്രം. ഇനി നമുക്ക് ഇസ്മിലേക്ക് ചേർന്ന് വരുന്നത് നോക്കാം. ഒരു ഇസ്മിലേക്ക് ദമീർ മുത്തസില ചേർന്ന് വരുമ്പോൾ അതെന്താവും? മുലാഫുൻ ഇലൈഹി ആയി മാറുന്നു. ഉദാഹരണത്തിന് കിതാബുൻ പ്ലസ് ഹുവ, അവൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ കിതാബുഹു എന്നാകുന്നു. അവൻ്റെ പുസ്തകം. കിതാബു മുലാഫ്, ഹു മുലാഫുൻ ഇലൈഹി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ 6 നോക്കാം. കിതാബുഹു അവൻ്റെ പുസ്തകം, കിതാബുഹുമാ അവർ 2 പേരുടെ പുസ്തകം, കിതാബുഹും അവർ കുറേ പുരുഷന്മാരുടെ പുസ്തകം, കിതാബുഹാ അവളുടെ പുസ്തകം, കിതാബുഹുമാ അവർ 2 സ്ത്രീകളുടെ പുസ്തകം, കിതാബുഹുന്ന അവർ 2-ലധികം സ്ത്രീകളുടെ പുസ്തകം. ഇനി ഹാലിർ. കിതാബുക നിന്റെ പുസ്തകം, കിതാബുക്കുമാ നിങ്ങൾ 2 പുരുഷന്മാരുടെ പുസ്തകം, കിതാബുക്കും നിങ്ങൾ 2-ലധികം പുരുഷന്മാരുടെ പുസ്തകം, കിതാബുക്കി നിന്റെ പുസ്തകം, കിതാബുക്കുമാ നിങ്ങൾ 2 സ്ത്രീകളുടെ പുസ്തകം, കിതാബുക്കുന്ന നിങ്ങൾ 2-ലധികം സ്ത്രീകളുടെ പുസ്തകം, കിതാബി എൻ്റെ പുസ്തകം, കിതാബുന ഞങ്ങളുടെ പുസ്തകം. ഇവിടെ കിതാബി എൻ്റേത് അതിനെ പറയും യാ മുത്തക്കല്ലിം എന്നാണ് പറയുക. ആ യാ മുത്തക്കല്ലിമിലേക്ക് ചേർത്തുമ്പോൾ ബാക്ക് ഓട്ടോമാറ്റിക്കലി കെസ്ര വരും. കിതാബി എൻ്റെ പുസ്തകം, അതതിൻ്റെ ഒരു റൂളാണ്. അത് കെസ്ര വരുള്ളൂ. കിതാബി, കിതാബു എന്ന് വരില്ല, കിതാബി. അവിടെ മാത്രം ചെറിയൊരു വ്യത്യാസം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായിരുന്നു? കിതാബുൻ എന്നത് മുലാഫാണ്, കിതാബുഹു ഹു മുലാഫിനിലേഹി. ഇനി കിതാബുക്കെ ആണെങ്കിൽ കിതാബു മുലാഫ് മുലാഫിനിലേഹി. കിതാബി അവിടെ കിതാബു മുലാഫ് യാ മുത്തക്കല്ലിം മുലാഫിൻ ഇലേഹി. കിതാബുന കിതാബു മുലാഫ് നാ മുലാഫിൻ ഇലേഹി. അപ്പോൾ ഒരു ഇസ്മ പ്ലസ് ദമീർ മുൻഫസില എന്തായിരിക്കും? മുലാഫുൻ വ മുലാഫുൻ ഇലേഹി. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. സയ്യാറത്തുൻ എന്ന് പറഞ്ഞാൽ കാറ്. അപ്പോൾ ഗായിബായിട്ടുള്ള 6 നോക്കാം. സയ്യാറത്തുഹു അവൻ്റെ കാറ്, സയ്യാറത്തുഹുമാ അവർ 2 പേരുടെ കാറ്, സയ്യാറത്തുഹും അവർ 2-ലധികം പുരുഷന്മാരുടെ കാറ്, സയ്യാറത്തുഹാ അവളുടെ കാറ്, സയ്യാറത്തുഹുമാ അവർ 2 സ്ത്രീകളുടെ കാറ്, സയ്യാറത്തുഹുന്ന അവർ 2-ലധികം സ്ത്രീകളുടെ കാറ്, സയ്യാറത്തുക നിന്റെ കാറ്, സയ്യാറത്തുക്കുമാ നിങ്ങൾ 2 പുരുഷന്മാരുടെ കാറ്, സയ്യാറത്തുക്കും നിങ്ങൾ 2-ലധികം പുരുഷന്മാരുടെ കാറ്, സയ്യാറത്തുക്കി നിന്റെ കാറ് നീ ഒരു സ്ത്രീയുടെ കാറ്, സയ്യാറത്തുക്കുമാ നിങ്ങൾ 2 സ്ത്രീകളുടെ കാറ്, സയ്യാറത്തുക്കുന്ന നിങ്ങൾ 2-ലധികം സ്ത്രീകളുടെ കാറ്, സയ്യാറത്തി എൻ്റെ കാറ്, സയ്യാറത്തുന ഞങ്ങളുടെ കാറ്. സയ്യാറത്തു മുലാഫ് ചേർന്ന് വന്ന ലമീർ എന്തായിരുന്നു? മുലാഫുൻ ഇലേഹി. അപ്പം ജറിൻ്റെ സ്ഥാനത്താണ് കേട്ടോ, ജറിൻ്റെ സ്ഥാനത്താണ്. പക്ഷേ അവിടെ നമുക്ക് ജറിൻ്റെ അലാമത്തുകളൊന്നും കാണാൻ സാധിക്കുകയില്ല. കാരണം ദമീറുകളെല്ലാം തന്നെ മബനികളാണ്, അവസാനത്തെ അക്ഷരം മാറുകയില്ല. മുലാഫുൻ വ മുലാഫുൻ ഇലേഹി. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം. റബ്ബി എൻ്റെ റബ്ബ്, റബ്ബു മുലാഫ് യാ മുത്തക്കല്ലിം മുലാഫിൻ ഇലൈഹി. റബ്ബുഹു അവൻ്റെ റബ്ബ്, റബ്ബുന നമ്മുടെ റബ്ബ്, റസൂലുന നമ്മുടെ റസൂൽ, ഇസ്മി എൻ്റെ പേര്, അബി എൻ്റെ വാപ്പ, ഉമ്മി എൻ്റെ ഉമ്മ. ഇങ്ങനെ നമുക്ക് ഉമ്മുന ഉമ്മുഖ ഇസ്മുക്ക മസ്മുക്ക എന്നൊക്കെ ചോദിക്കാറില്ലേ? നിൻ്റെ പേരെന്താണ്? ഇസ്മുക്ക മുലാഫുൻ ഇലൈഹി. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സയ്യാറത്തുൻ അതിലേക്ക് ഹൂവൊക്കെ ചേർത്തുമ്പോൾ ലമീറുകൾ ചേർത്തുമ്പോൾ ആ താമർബുത്ത കെട്ടുള്ള തായല്ലേ അത് താമഫ്തൂഹയായി മാറുന്നുണ്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹർഫുൽ ജർ ലമീറിലേക്ക് ചേർത്തുമ്പോഴുള്ള വ്യത്യാസങ്ങൾ. ഉദാഹരണത്തിന് മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, ഫ്രം എന്നല്ലേ അർത്ഥം. അതിലേക്ക് ചേർത്തുമ്പോൾ എന്താവും? ജാറുൻ വ മജ്റൂറുനാകും. മിന്നുള്ള ഹർഫ് ജർ പ്ലസ് ദമീർ മുൻഫസില അത് ജാറുൻ ഇസ്മു മജ്റൂറാകും. രണ്ടും ചേർന്ന് നമ്മൾ ജാറുൻ വ മജ്റൂറുൻ എന്ന് പറയുന്നു. മിൻഹു ആദ്യത്തെ 6 പേര് കേട്ടോ, വായിബ്. മിൻഹു അവനിൽ നിന്ന്, മിൻഹുമാ അവർ 2 പേരിൽ നിന്നു, മിൻഹും അവർ 2-ലധികം പുരുഷന്മാരിൽ നിന്ന്, മിൻഹ അവളിൽ നിന്ന്, മിൻഹുമാ അവർ 2 സ്ത്രീകളിൽ നിന്ന്, മിൻഹുന്ന അവർ 2-ലധികം സ്ത്രീകളിൽ നിന്ന്. ഇനി ഹാലിറിലേക്ക് നോക്കാം. മിൻക നിന്നിൽ നിന്ന്, നീ ഒരു പുരുഷനിൽ നിന്ന്, മിൻകുമാ നിങ്ങൾ 2 പുരുഷന്മാരിൽ നിന്ന്, മിൻകും നിങ്ങൾ 2-ലധികം പുരുഷന്മാരിൽ നിന്ന്, മിൻകി
നീ ഒരു സ്ത്രീയിൽ നിന്ന്, മിൻകുമാ നിങ്ങൾ രണ്ട് സ്ത്രീകളിൽ നിന്ന്, മിൻകുന്ന നിങ്ങൾ രണ്ടിലധികം സ്ത്രീകളിൽ നിന്ന്. ഇനി മുത്തക്കല്ലിം. മിന്നി എന്നിൽ നിന്ന്, മിന്നാ ഞങ്ങളിൽ നിന്ന്. നമ്മൾ ഈദിനൊക്കെ പറയില്ല, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. തഖബ്ബലല്ലാഹു അള്ളാഹു സ്വീകരിക്കട്ടെ, മിന്നാ നമ്മളിൽ നിന്നും, വമിൻകും നിങ്ങളിൽ നിന്നും. അള്ളാഹു അമലുകളൊക്കെ സ്വാലിഹായി സ്വീകരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ല. മിന്നാ മിന്നി. ഇനി നമുക്ക് ലാമുൽ മിൽക്കിലേക്ക് ചേർക്കുമ്പോഴുള്ള വ്യത്യാസം നോക്കാം. ലഹു ആദ്യത്തെ 6 പേരിട്ട ലഹു അവനുണ്ട്, ലഹുമാ അവർ 2 പേർക്കുണ്ട്, ലഹും അവർ 2-ലധികം പുരുഷന്മാർക്കുണ്ട്, ലഹാ അവൾക്കുണ്ട്, ലഹുമാ അവർ 2 സ്ത്രീകൾക്കുണ്ട്, ലഹുന്ന അവർ 2-ലധികം സ്ത്രീകൾക്കുണ്ട്, 2 സ്ത്രീകൾ 2-ലധികം. ലഖ നിനക്കുണ്ട്, ലഖുമാ നിങ്ങൾ 2 പുരുഷന്മാർക്കുണ്ട്, ലഖുന്ന നിങ്ങൾ 2-ലധികം പുരുഷന്മാർക്കുണ്ട്, ലഖി നീ ഒരു സ്ത്രീക്കുണ്ട്, ലഖുമാ നിങ്ങൾ 2 സ്ത്രീകൾക്കുണ്ട്, ലഖുന്ന നിങ്ങൾ 2-ലധികം സ്ത്രീകൾക്കുണ്ട്, ലീ എനിക്കുണ്ട്, ലനാ ഞങ്ങൾക്കുണ്ട്. സാധാരണ ലഹു എന്ന് പറഞ്ഞാൽ ഹി ഹാസ്, ലീ ഐ ഹാവ്. അപ്പോൾ എനിക്ക് എന്താ ഉള്ളത് അത് പറയുന്നത് ആക്കിലാണെങ്കിലാണ് സാധാരണ ലീ അല്ലെങ്കിൽ ലഹു എന്നൊക്കെ വെക്കാറുള്ളത്. അതായത് എനിക്കൊരു ഉപ്പയുണ്ട് എന്ന് പറയുമ്പോൾ ലീ അബുൻ എനിക്കൊരു ഉമ്മയുണ്ട്, ലീ ഉമ്മുൻ, ലീ ഉഖ്തുൻ, ലീ അഹുൻ സഹോദരനുണ്ട്, സഹോദരിയുണ്ട്, ലീ അമ്മുൻ, ലീ അമ്മത്തുൻ അമ്മായിയുണ്ട്, അമ്മാവനുണ്ട്, ഖാലുൻ ഖാലത്തുൻ അങ്ങനെയൊക്കെ പറയില്ല. ജദ്ദുൻ ജദ്ദത്തുൻ എന്നൊക്കെ പറയും, വല്യപ്പുണ്ട് വല്യമ്മണ്ട് എന്നൊക്കെ പറയില്ലേ. അപ്പോഴാണ് ഇങ്ങനെ ലീ അല്ലെങ്കിൽ ലഹു എന്നൊക്കെ ഉപയോഗിക്കാറുള്ളത് കേട്ടോ. ഓക്കെ. ഇനി അന്ന് പറയാം. അന്ന് പറഞ്ഞാൽ പല രീതിയിലും അർത്ഥവ്യത്യാസങ്ങൾ വരാറുണ്ട്. അന്ന് പറഞ്ഞാൽ എബൌട്ട് കുറിച്ച്, പറ്റി, അവനെ കുറിച്ച് അല്ലെങ്കിൽ സംബന്ധിച്ച് പല രീതിയിലും അതിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അർത്ഥങ്ങൾ വ്യത്യാസം വരാറുണ്ട്. ഞാനിവിടെ അവനെക്കുറിച്ച് അല്ലെങ്കിൽ അവനെ പറ്റി കുറിച്ച് എന്നൊക്കെയുള്ള രീതിയിൽ അർത്ഥം വെച്ച് പറഞ്ഞുതരാം. ഓക്കെ. അൻഹു ആദ്യത്തെ 6 പേര് ഗായിബ്. അൻഹു അവനെക്കുറിച്ച്, അവനെപ്പറ്റി, അവനെ സംബന്ധിച്ച്. അൻഹുമാ അവർ 2 പേരെ കുറിച്ച്. അൻഹും അവർ 2-ലധികം പുരുഷന്മാരെ കുറിച്ച്. അൻഹാ അവളെക്കുറിച്ച്, അവളെ സംബന്ധിച്ച്. അൻഹുമാ അവർ 2 സ്ത്രീകളെ സംബന്ധിച്ച്. അൻഹുന്ന അവർ 2-ലധികം സ്ത്രീകളെ സംബന്ധിച്ച്. ഇനി നേരെ മുന്നിലുള്ള ആൾക്കാർ ഹാലിർ. അൻക നിന്നെക്കുറിച്ച്, നീ ഒരു പുരുഷനെക്കുറിച്ച്. അൻകുമാ നിങ്ങൾ 2 പുരുഷന്മാരെ കുറിച്ച്. അൻകും നിങ്ങൾ 2-ലധികം പുരുഷന്മാരെ കുറിച്ച്. അൻകി നീ ഒരു സ്ത്രീയെക്കുറിച്ച്. അൻകുമാ നിങ്ങൾ 2 സ്ത്രീകളെ കുറിച്ച്. അൻകുന്ന നിങ്ങൾ 2-ലധികം സ്ത്രീകളെ കുറിച്ച്. അന്നീ എന്നെക്കുറിച്ച്. അന്നീ അന്ന ഞങ്ങളെക്കുറിച്ച്. ഇപ്പോൾ നമ്മൾ സ്വഹാബിമാരുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ഒരു പ്രാർത്ഥന ചൊല്ലാറില്ലേ, റളിയല്ലാഹു അൻഹു അള്ളാഹു അവരെക്കുറിച്ച് തൃപ്തിപ്പെടട്ടെ. ഇനി 2 സ്വഹാബിമാരുടെ പേര് പറയുമ്പോൾ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, റളിയല്ലാഹു അൻഹുമാ അല്ലെ. അവരുപ്പയും മോനും സ്വഹാബി ആയതുകൊണ്ട് അൻഹുമാ. ഇനി ഒരു സ്വഹാബി വനിതയാണെങ്കിൽ നമ്മൾ റളിയല്ലാഹു അൻഹാ. പിന്നെ റളിയല്ലാഹു അൻഹും വറദു അൻഹും ഓർമ്മയുണ്ടല്ലോ, സൂറത്തുൽ ബയ്യിനയിലൊക്കെ നമ്മൾ വായിച്ചു പോയിട്ടുണ്ടല്ലോ. അങ്ങനെ പറയും. അപ്പോൾ ഇത് ഹർഫു ജർ പ്ലസ് ലമീർ മുത്തസിൽ ഈസിക്കൽ ടു ജാറുൻ വ മജ്റൂറുൻ. ഒന്ന് ഹർഫു ജറാണ്, മറ്റൊന്ന് ഇസ്മു മജ്റൂറാണ്. രണ്ടിനെയും കൂടി നമ്മൾ പറയും ജാറുൻ വ മജ്റൂറുൻ. ചില ഹർഫു ജറുണ്ട്, ചില ഹർഫു ജറുകൾ കെസ്റയിൽ അവസാനിക്കുന്നുണ്ട്, ബി പോലുള്ള ഹർഫു ജറുകൾ. അതുപോലെ തന്നെ യായിൽ അവസാനിക്കുന്ന ഹർഫു ജറുണ്ട്, ഇല, അല, ഫി ഒക്കെ. അവസാനത്തെ ലെറ്റർ എന്താണ്? യാ ആണ്. ബിക്കാണെങ്കിൽ കെസ്റയാണ്. അങ്ങനെ കെസ്റയിലോ യായിലോ അവസാനിക്കുന്ന ഹർഫ് ജറിലേക്ക് ദമീർ മുത്തസിൽ ചേർന്ന് വരുമ്പോൾ അവർക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. ആദ്യത്തെ 5 അതായത് ഹു, ഹുമാ, ഹും, ഹുമാ, ഹുന്ന ഈ 5 എണ്ണം, അതായത് അവക്ക് കെസ്റ വരും. ആദ്യത്തെ അക്ഷരം ഹൂക്ക് കെസ്റ വരും. ഇപ്പോൾ ഹു എന്നുള്ളത് അവൻ്റെ, ഹു എന്നുള്ളത് എന്താകും? ഹി എന്നാകും. ഹി, ഹിമ, ഹിന്ന, ഹിമ, ഹുന്ന എന്നുള്ളത് ഹിന്ന എന്നാകും. ഓക്കെ. നമുക്ക് ഉദാഹരണം വെച്ച് പറയുമ്പോൾ മനസ്സിലാകും. ഓക്കെ. ഇപ്പം ഫി എന്നതിലേക്ക് ഹു ചേരുമ്പോൾ, ഫി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൽ എന്നാണല്ലോ, ഇൻ എന്ന അർത്ഥം. അപ്പം ഫി ഹു എന്നാവില്ല, ഫീ ഹി എന്നാണ് വരിക. അപ്പോൾ ആദ്യത്തെ 6 ശ്രദ്ധിക്കാം. ഫീ ഹി എന്ന് പറഞ്ഞാൽ
അവനിൽ അല്ലെങ്കിൽ അതിൽ നിന്നും അർത്ഥം കിട്ടും കേട്ടോ. അവനിൽ നിന്നും അർത്ഥം വരും, അതിൽ നിന്നും ഫീഹി, ഫീഹിമാ. കേട്ടോ, ഫീഹുമ എന്നല്ല വരുന്നത്, ഫീഹിമാ. അവർ രണ്ടു പേരിൽ. ഫീഹിം അവർ രണ്ടിലധികം പുരുഷന്മാരിൽ. ഫീഹ അവിടെ മാറ്റില്ല, ഫീഹാക്ക് മാറ്റില്ല, അവളിൽ അല്ലെങ്കിൽ അതിൽ എന്നർത്ഥം വരും. ഫീഹ, ഫീഹിമ അവർ രണ്ട് സ്ത്രീകളിൽ. ഫീഹിന്ന കണ്ടോ, ഫീഹുന്നയല്ല ഫീഹിന്ന, അങ്ങനെ 5 എണ്ണത്തിൽ മാറ്റങ്ങൾ വരും കേട്ടോ. ഫീഹിന്ന അവർ രണ്ടിലധികം സ്ത്രീകളിൽ. ഫീക നിന്നിൽ. ഫീക്കുമാ നിങ്ങൾ 2 പുരുഷന്മാരിൽ. ഫീക്കും നിങ്ങൾ രണ്ടിലധികം പുരുഷന്മാരിൽ. ഫീഖി നീ ഒരു സ്ത്രീയിൽ. ഫീക്കുമാ നിങ്ങൾ 2 സ്ത്രീകളിൽ. ഫീക്കുന്ന നിങ്ങൾ രണ്ടിലധികം സ്ത്രീകളിൽ. ഫിയ എന്നിൽ. ഫീന ഞങ്ങളിൽ. സൂറത്തുൽ ഖാശിയയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഫീഹ ഐനുൻ ജാരിയ, അതിലൊഴുകുന്ന പുഴകളുണ്ട്. ഇതിൽ സ്വർഗത്തിൽ. ഫീഹ അവളിൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ, അത് മുഅന്നസായതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്. ഇലൈഹി അവനിലേക്ക്. ഇലൈഹിമ അവർ 2 പുരുഷന്മാരിലേക്ക്. ഇലൈഹിം അവർ രണ്ടിലധികം പുരുഷന്മാരിലേക്ക്. ഇലൈഹ അവളിലേക്ക്. ഇലൈഹിമ അവർ 2 സ്ത്രീകളിലേക്ക്. ഇലൈഹിന്ന അവർ രണ്ടിലധികം സ്ത്രീകളിലേക്ക്. ഇലൈക നിന്നിലേക്ക്. ഇലൈക്കുമാ നിങ്ങൾ 2 പുരുഷന്മാരിലേക്ക്. ഇലൈക്കും നിങ്ങൾ രണ്ടിലധികം പുരുഷന്മാരിലേക്ക്. ഇലൈക്കി നീ ഒരു സ്ത്രീയിലേക്ക്. ഇലൈക്കുമാ നിങ്ങൾ 2 സ്ത്രീകളിലേക്ക്. ഇലൈക്കുന്ന നിങ്ങൾ രണ്ടിലധികം സ്ത്രീകളിലേക്ക്. ഇലയ്യ എന്നിലേക്ക്. ഇലൈന ഞങ്ങളിലേക്ക്. ഇനി അല എന്ന് പറഞ്ഞാൽ എന്താ, ഓൺ അല്ലേ, മുകളിൽ, മേൽ എന്നൊക്കെ അല്ലേ. അലൈഹി അവൻ്റെ മേൽ. അലൈഹിമ അവർ 2 പുരുഷന്മാരുടെ മേൽ. അലൈഹിം അവർ രണ്ടിലധികം പുരുഷന്മാരുടെ മേൽ. അലൈഹ അവളുടെ മേൽ. അലൈഹിമ അവർ 2 സ്ത്രീകളുടെ മേൽ. അലൈഹിന്ന അവർ രണ്ടിലധികം സ്ത്രീകളുടെ മേൽ. അലൈക നിന്റെ മേൽ. അലൈക്കുമ നിങ്ങൾ 2 പുരുഷന്മാരുടെ മേൽ. അലൈക്കും നിങ്ങൾ രണ്ടിലധികം പുരുഷന്മാരുടെ മേൽ. അലൈക്കി നീ ഒരു സ്ത്രീയുടെ മേൽ. അലൈക്കുമാ നിങ്ങൾ 2 സ്ത്രീകളുടെ മേൽ. അലൈക്കുന്ന നിങ്ങൾ രണ്ടിലധികം സ്ത്രീകളുടെ മേൽ. അലയ്യ എൻ്റെ മേൽ. അലൈന ഞങ്ങളുടെ മേൽ. അടുത്തത് ബി എന്ന ഹർഫ് ജെറിലേക്ക് ദ്വമീർ ചേർന്ന് വരുമ്പോഴുള്ള അർത്ഥവ്യത്യാസങ്ങൾ പഠിക്കാം. ബി എന്നാൽ കൊണ്ട് എന്നാണ് അർത്ഥം. ബി എന്നാൽ സഹായം കൊണ്ട് അല്ലെങ്കിൽ കാരണം കൊണ്ട് എന്നൊക്കെ അർത്ഥം വരുന്നു. നമ്മൾ പറയാറില്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായം കൊണ്ട് എന്നാണ് സാധാരണ നമ്മൾ അർത്ഥം വെക്കാറ്. എന്നാൽ അവിടെ ഇസ്തിആന അല്ലെങ്കിൽ സബബ്, ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ ഒരു സഹായം കൊണ്ട് എന്നുള്ളൊരു അർത്ഥം അവിടെ കിട്ടുന്നുണ്ട്. ബിഹി അവനെ കൊണ്ട്. ബിഹിമാ അവർ 2 പേരെ കൊണ്ട്. ബിഹിം അവർ രണ്ടിലധികം പുരുഷന്മാരെ കൊണ്ട്. ബിഹി അല്ലെങ്കിൽ ബിഹ എന്നൊക്കെ പറയുമ്പോൾ അതിനെ കൊണ്ട് എന്നും അർത്ഥം വരും കേട്ടോ. ബിഹ അവളെ കൊണ്ട്. ബിഹിമാ അവർ 2 സ്ത്രീകളെ കൊണ്ട്. ബിഹിന്ന അവർ രണ്ടിലധികം സ്ത്രീകളെ കൊണ്ട്. കെസ്ര ഉള്ളത് കൊണ്ട് ഹാക്കും കെസ്ര വരും. ബിഖ നിന്നെ കൊണ്ട്. ബിഖുമാ നിങ്ങൾ 2 പുരുഷന്മാരെ കൊണ്ട്. ബിക്കും നിങ്ങൾ രണ്ടിലധികം പുരുഷന്മാരെ കൊണ്ട്. ബിക്കി നീ ഒരു സ്ത്രീയെ കൊണ്ട്. ബിക്കുമാ നിങ്ങൾ 2 സ്ത്രീകളെ കൊണ്ട്. ബിക്കുന്ന നിങ്ങൾ രണ്ടിലധികം സ്ത്രീകളെ കൊണ്ട്. ബിയ എന്നെ കൊണ്ട്. ബിന ഞങ്ങളെ കൊണ്ട്. ഇനി എന്ത എന്നത് ലൊർഫാണ് കേട്ടോ. ഇനി ലൊർഫിലേക്ക് ഒരു ലൊമീർ മുത്തസിൽ ചേർന്ന് വരുമ്പോഴുള്ള വ്യത്യാസങ്ങൾ പഠിക്കാം. ലൊമീർ മുത്തസിൽ ലൊർഫിലേക്ക് ചേർന്ന് വരുമ്പോൾ ലൊർഫ് മുളാഫിൻ ഇലൈഹിയായി മാറുന്നു. ഉദാഹരണത്തിന് ഐന്ദ എന്ന് പറഞ്ഞാൽ അടുത്ത്, അല്ലെങ്കിൽ ഐന്ദക്ക് അടുത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ ഉണ്ട് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇപ്പോൾ എൻ്റെ അടുത്ത് ഇന്നതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഐന്ദഹു ഇന്ദി സയ്യാറത്തുൻ എന്നൊക്കെ പറയാറുണ്ട്. അവൻ്റെ അടുത്ത് കാറുണ്ട്. ഐന്ദഹു സയ്യാറത്തുൻ. ഈ ലഹു ഐന്ദഹു എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം സമാനമായ അർത്ഥമാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഗൈറു ആക്കിലായിട്ടുള്ള, അതായത് ബുദ്ധിവർഗമല്ലാത്തൊരു സംഭവമാണ് നമ്മളെടുത്തുള്ളതെങ്കിൽ നമ്മൾ ഇന്ദ ഉപയോഗിക്കും. ഐന്ദഹു ബൈത്തുൻ അവൻ്റെ അടുത്ത് വീടുണ്ട്. ഐന്ദി
ഖലമുൻ എൻ്റെ കയ്യിലൊരു പേനയുണ്ട്, ഐന്ദന കിതാബുൻ ഞങ്ങളുടെ അടുത്തൊരു പുസ്തകമുണ്ട്. അങ്ങനെ ഐന്ദ വെച്ചിട്ട് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഐന്ദ വെച്ചിട്ട് നമുക്ക് ആ ടേബിൾ ഒന്ന് പറഞ്ഞു നോക്കാം. ഐന്ദഹു അവൻ്റെ അടുത്ത്, ഐന്ദഹുമാ അവർ രണ്ട് പുരുഷന്മാരുടെ അടുത്ത്, ഐന്ദഹും അവർ രണ്ടിലധികം പുരുഷന്മാരുടെ അടുത്ത്, ഐന്ദഹ അവളുടെ അടുത്ത്, ഐന്ദഹുമാ അവർ രണ്ട് സ്ത്രീകളുടെ അടുത്ത്, ഐന്ദഹുന്ന അവർ രണ്ടിലധികം സ്ത്രീകളുടെ അടുത്ത്, ഐന്ദക നിൻ്റെ അടുത്ത്, ഐന്ദകുമാ നിങ്ങൾ രണ്ടു പുരുഷന്മാരുടെ അടുത്ത്, ഐന്ദക്കും നിങ്ങൾ രണ്ടിലധികം പുരുഷന്മാരുടെ അടുത്ത്, ഐന്ദക്കി നീ ഒരു സ്ത്രീയുടെ അടുത്ത്, ഐന്ദക്കുമാ നിങ്ങൾ രണ്ടു സ്ത്രീകളുടെ അടുത്ത്, ഐന്ദക്കുന്ന നിങ്ങൾ രണ്ടിലധികം സ്ത്രീകളുടെ അടുത്ത്, ഐന്ദി എൻ്റെ അടുത്ത്, ഐന്ദന ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ ഐന്ദ എന്നുള്ളത് മുലാഫാണ്, ഹുമ അതൊക്കെ മുലാഫുൻ ഇലേഹിയും ആണ്. അടുത്തത് മഅ എന്ന് പറഞ്ഞാൽ കൂടെ, വിത്ത്. നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരും, എന്താന്ന് പറഞ്ഞാൽ അടുത്ത് എന്ന് പറയും, മഅ എന്ന് പറഞ്ഞാൽ കൂടെ എന്ന് വരും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എങ്ങനെ വ്യത്യാസം വരിക? ഇപ്പോൾ ഉദാഹരണത്തിന് അധ്യാപകൻ പ്രധാന അധ്യാപകൻ്റെ അടുത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ റഹബൽ മുദരിസു ഐന്ദൽ മുദീരി അധ്യാപകൻ മുദീറിൻ്റെ അടുത്തേക്ക് പോയി എന്ന് പറയും. അപ്പോൾ മഅ പറയുമ്പോഴാ, മഅ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഖുർആനിലൊക്കെ വന്നിട്ടില്ലേ, വഹുവ മഅക്കും ഐനമാ കുന്തും, അള്ളാഹു നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളോടൊപ്പമുണ്ട്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ഒക്കെ ഓർമ്മയുണ്ടല്ലോ, വിഷമിക്കേണ്ട, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്, നമ്മളോട് കൂടെ. അപ്പോൾ നമ്മളോട് കൂടെ എന്നാണ് മഅക്കർത്ഥം വരിക, നമ്മളോടൊപ്പം, നമ്മളോട് കൂടെ. ഓക്കെ, എന്താ പറയുമ്പോൾ അടുത്ത്. ഓക്കെ, ഇനി മാൻ്റെ ടേബിൾ നമുക്ക് പറഞ്ഞു നോക്കാം. മഅ എന്നുള്ളത് ലർഫാണ്, അതിലേക്ക് ളമീറുകൾ അറ്റാച്ച് ചെയ്യുമ്പോഴുള്ള വ്യത്യാസങ്ങൾ നോക്കാം. മഅഹു അവൻ്റെ കൂടെ, മഅഹുമാ അവർ രണ്ട് പുരുഷന്മാരുടെ കൂടെ, മഅഹും അവർ രണ്ടിലധികം പുരുഷന്മാരുടെ കൂടെ, മഅഹ അവളോടൊപ്പം, അവളുടെ കൂടെ, മഅഹുമ അവർ രണ്ട് സ്ത്രീകളുടെ കൂടെ, മഅഹുന്ന അവർ രണ്ടിലധികം സ്ത്രീകളുടെ കൂടെ, മഅക നിന്നോടൊപ്പം, നിന്നോട് കൂടെ, മഅകുമ നിങ്ങൾ രണ്ട് പുരുഷന്മാരുടെ കൂടെ, മഅകും നിങ്ങൾ രണ്ടിലധികം പുരുഷന്മാരുടെ കൂടെ, മഅക്കി നീ ഒരു സ്ത്രീയുടെ കൂടെ, മഅകുമ നിങ്ങൾ രണ്ട് സ്ത്രീകളുടെ കൂടെ, മഅകുന്ന നിങ്ങൾ രണ്ടിലധികം സ്ത്രീകളുടെ കൂടെ, മഅി എൻ്റെ കൂടെ, മഅന ഞങ്ങളുടെ കൂടെ. അപ്പോൾ മഅി എന്നൊക്കെ പറയുമ്പോൾ മഅ ലർഫാണ്, യാ മുത്തക്കല്ലിം മുദാഫുൻ ഇലേഹിയാണ്. ഇനി ക്രിയയിലേക്ക് ളമീറുകൾ ചേർന്നാലുള്ള അർത്ഥവ്യത്യാസവും അതിൻ്റെ സ്ഥാനവും അതിൻ്റെ ഇറാബും ഒക്കെ നമുക്ക് പഠിക്കാം. അതിനു മുൻപ് ക്രിയയോട് ആര് അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് ഫാഇൽ അഥവാ കർത്താവ്, സബ്ജക്റ്റ്, ഡുവർ എന്നൊക്കെ പറയും, ക്രിയ ചെയ്ത ആൾ. ഇപ്പം ജലസ ഇരുന്നു, ആര് ഇരുന്നു? അവനിരുന്നു, അവനാണ് അതിൻ്റെ ഫാഇൽ. കതബ എഴുതി, ആരെഴുതി? അവൻ എഴുതി. അങ്ങനെയാണെങ്കിൽ അതാണ് അതിൻ്റെ ഫാഇൽ. ഇനി ക്രിയയോട് ആര് അല്ലെങ്കിൽ ആരുടെ മേൽ, എങ്ങനെ, എന്തിൻ്റെ മേൽ എന്നൊക്കെ ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് മഫ്ഊലുൻ ബിഹി. ക്രിയ എന്തിനെയാണോ ബാധിക്കുന്നത് അതാണ് മഫ്ഊലുൻ ബിഹി, ഒബ്ജക്റ്റ്, കർമ്മം എന്നൊക്കെ പറയും. ചില ക്രിയകൾക്ക് മഫ്ഊലുൻ ബിഹി ഉണ്ടാകില്ല, മഫ്ഊലുൻ ബിഹി ചേരാത്ത ക്രിയകളുണ്ട്. സകർമ്മക ക്രിയ, അകർമ്മക ക്രിയ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഖതല മുഹമ്മദുൻ സുഅബാന, മുഹമ്മദ് പാമ്പിനെ കൊന്നു. ഖതല ഫിഅലാണ്, ഫാഇലാര മുഹമ്മദുൻ, സുഅബാന മഫ്ഊലുൻ ബിഹി. ഓക്കെ, മുഹമ്മദ് പാമ്പിനെ കൊന്നു. ഖലഖല്ലാഹുൽ ഇൻസാന അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. നമ്മളൊരു കാര്യം കൂടി ഇതിനൊപ്പം കൂടുതലായിട്ട് പഠിച്ചു വെച്ചോളൂ, ഫായിൽ എപ്പോഴും മർഫു ആയിരിക്കും. ഇപ്പോൾ ഖലഖല്ലാഹു അള്ളാഹു, അള്ളാഹുവിൻ്റെ അവസാനത്തെ ലെറ്ററിൻ്റെ ദമ്മ അത് ഒരു റഫിൻ്റെ അടയാളമാണ്. ഫായിൽ എപ്പോഴും മർഫു ആയിരിക്കും. അള്ളാഹു ദമ്മ, നേരത്തെ പറഞ്ഞില്ലേ ഖതല മുഹമ്മദുൻ, മുഹമ്മദുൻ ദമ്മത്തൈൻ, അതൊക്കെ റഫിൻ്റെ അടയാളമാണ്. ഫായിൽ എപ്പോഴും മർഫു ആയിരിക്കും. എന്നാൽ മഫ്ഊലുൻ ബിഹി എല്ലായ്പ്പോഴും മൻസൂബായിരിക്കും. ഇൻസാന ഫതഹ കൊടുത്തിട്ട് നസ്ബ് ചെയ്തിരിക്കുന്നു. നേരത്തെ പറഞ്ഞ സുഅബാന എന്നൊക്കെ പറയുമ്പോൾ ഫതഹ കൊടുത്ത് നസ്ബ് ചെയ്തിരിക്കുന്നു. അപ്പോൾ മഫ്ഊലുൻ ബിഹി എപ്പോഴും മൻസൂബായിരിക്കും, ഫായിൽ എപ്പോഴും മർഫൂ ആയിരിക്കും. അപ്പോൾ ക്രിയയോട് ചേർന്ന് വരുന്ന ദമീറുകൾ മഫ്ഊലുൻ ബിഹി ആയിരിക്കും.
ക്രിയക്കുള്ളിൽ നമുക്കറിയാം, ക്രിയക്കുള്ളിൽ മിക്കവാറും ക്രിയൻ്റെ ഉള്ളിൽ തന്നെ ഫായിലുണ്ടായിരിക്കും. പിന്നെ തൊട്ടടുത്ത് ഒരു മർഫുവായ നാമം ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ചേർത്തിട്ട് പറയും, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരിക്കും. അറ്റാച്ച് ചെയ്ത് വരുന്ന ആ ഒരു ദമീർ എന്തായിരിക്കും? മഫൂലുൻ ബിഹി ആയിരിക്കും. ഉദാഹരണം നോക്കാം. ഖലഖ എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിച്ചു എന്നാണ്. ഖലഖഹു അവനെ സൃഷ്ടിച്ചു. ഖലഖ എന്താ? ഖലഖ ഫിയലാണ്. ആരെ ഫായില്? അവൻ അതിൻ്റെ അകത്തുണ്ട്. ലമീറുൻ മുസ്തത്തിറുൻ തഖ്ദീറുഹു ഹുവ. ഇനി ചേർന്ന് വന്ന ഹു ഉണ്ടല്ലോ, അത് മഫൂലും ബിഹിയാണ്. ഇനി അടുത്ത് നോക്കി. ഖലഖഹുമാ അവൻ 2 പുരുഷന്മാരെ സൃഷ്ടിച്ചു. ഖലഖ ഫിയലാണ്, അവൻ ഫായിലാണ്, ഹുമാ 2 പുരുഷന്മാരെ, അതാണ് മഫൂലുൻ ബിഹി. ഖലഖ ഹും അവൻ 2 പുരുഷന്മാരെ സൃഷ്ടിച്ചു. അവൻ 2 പുരുഷന്മാരെ സൃഷ്ടിച്ചു. ഖലഖ അവൻ സൃഷ്ടിച്ചു, ഹും 2 പുരുഷന്മാരെ. ഖലഖ ഫിഅലാണ്, ഫായിൽ അതിനകത്തുണ്ട്, ലമീറുൻ മുസ്തത്തിറുൻ തഖ്ദീറുഹു ഹുവ. ഹും എന്താണ്? ഹും മഫൂലുൻ ബിഹി ആണ്. ഖലഖഹ അവൻ അവളെ സൃഷ്ടിച്ചു. ഖലഖ എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിച്ചു, ഫിഅലും ഫായിലും കഴിഞ്ഞു. ഹ എന്നത് മഫൂലുൻ ബിഹി ആണ്. ഓക്കെ. ഖലഖഹുമാ അവൻ 2 സ്ത്രീകളെ സൃഷ്ടിച്ചു. ഖലഖഹുന്ന അവൻ 2 സ്ത്രീകളെ സൃഷ്ടിച്ചു. അപ്പോൾ ഈ ചേർന്ന് വരുന്ന ദമീറുകളെല്ലാം തന്നെ മഫൂലുൻ ബിഹിയാണ്. ഖലഖക അവൻ നിന്നെ സൃഷ്ടിച്ചു. ഖലഖകുമാ അവൻ നിങ്ങൾ 2 പുരുഷന്മാരെ സൃഷ്ടിച്ചു. ഖലഖകും അവൻ നിങ്ങൾ 2 പുരുഷന്മാരെ സൃഷ്ടിച്ചു. ഖലഖകി അവൻ നീ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. ഖലഖകുമാ അവൻ നിങ്ങൾ 2 സ്ത്രീകളെ സൃഷ്ടിച്ചു. ഖലഖകുന്ന അവൻ നിങ്ങൾ 2 സ്ത്രീകളെ സൃഷ്ടിച്ചു. ഖലഖനി അവൻ എന്നെ സൃഷ്ടിച്ചു. ഖലഖനാ അവൻ ഞങ്ങളെ സൃഷ്ടിച്ചു. അവൻ ഞങ്ങളെ സൃഷ്ടിച്ചു. ഇവിടെ ഖലഖനി എന്നുള്ളിടത്ത് യാ മുത്തക്കല്ലിമിലേക്ക് ചേർത്തുമ്പോൾ ഖലഖി എന്ന് വന്നില്ല, നീ ഒരു നൂന് എക്സ്ട്രാ അധികരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഖലഖി എന്നല്ല വന്നത്, ഖലഖനി എന്നാണ് വന്നത്. ആ നൂനിനെ നൂനുൽ വിഖായ എന്നാണ് പറയുക. ആ ഫേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നൂനുൽ വിഖായ. ഇനി മറ്റൊരു ഫേല് നോക്കാം. ദറബ എന്ന് പറഞ്ഞാൽ അവൻ അടിച്ചു. ദറബഹു അവൻ അവനെ അടിച്ചു. ദറബ ഫിഅലാണ്, ഫായിൽ അതിനകത്തുണ്ട്, ഹു മഫൂലുൻ ബിഹിയാണ്. ദറബഹുമാ അവർ 2 പുരുഷന്മാരെ അടിച്ചു. ദറബഹും അവൻ 2 പുരുഷന്മാരെ അടിച്ചു. ദറബഹ അവൻ അവളെ അടിച്ചു. ഫിഅലും ഫായിലും മഫൂലുൻ ബിഹിയും അതിനകത്തുണ്ട്. ദറബഹുമാ അവൻ 2 സ്ത്രീകളെ അടിച്ചു. ദറബഹുന്ന അവൻ 2 സ്ത്രീകളെ അടിച്ചു. ദറബക അവൻ നിന്നെ അടിച്ചു. ദറബഖുമാ അവൻ നിങ്ങൾ 2 പുരുഷന്മാരെ അടിച്ചു. ദറബഖും അവൻ നിങ്ങൾ 2 പുരുഷന്മാരെ അടിച്ചു. ദറബഖി അവൻ നീ ഒരു സ്ത്രീയെ അടിച്ചു. ദറബഖുമാ അവൻ നിങ്ങൾ 2 സ്ത്രീകളെ അടിച്ചു. ദറബഖുന്ന അവൻ നിങ്ങൾ 2 സ്ത്രീകളെ അടിച്ചു. ദറബനി അവൻ എന്നെ അടിച്ചു. ദറബന അവൻ ഞങ്ങളെ അടിച്ചു. ഈ ഫിഅല് ഇപ്പോൾ ഫായിലിനെ നമ്മൾ മാറ്റിയിട്ട് ഇപ്പോൾ മഫൂലും ബിഹിയാണ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഫായിലിനെ മാറ്റി നമുക്ക് വീണ്ടും ഉണ്ടാക്കാം. അപ്പോൾ ദറബ അവൻ അടിച്ചു. ദറബാ അവർ 2 പുരുഷന്മാരടിച്ചു എന്നാണല്ലോ. ദറബൂ കണ്ടോ. ദറബത്ത് അവൾ അടിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഫായിലിനെ മാറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഫോം ഖലഖ മാത്രമാണ് ഇതിൽ വെച്ചിട്ടുള്ളത്, അതിൻ്റെ മഫൂൽ ബിഹിയാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഫായിലിനെ മാറ്റിയിട്ട് വീണ്ടും 14 ഫോം, അങ്ങനെ 14 × 14 196 ഫോം, നമുക്ക് 196 ഫിഅലുകൾ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അടുത്തത് അപ്പോൾ നമ്മൾ ഫിഅലിലേക്ക് ലമീറുകളെ അറ്റാച്ച് ചെയ്യുമ്പോൾ അത് മഫൂലും ബിഹിയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പോൾ ഇന്ന അഖ്വാത്തുഹൊക്കെ ഉണ്ടല്ലോ, ഇന്നയും ഇന്നയുടെ സഹോദരിമാരും, അതിലേക്ക് ലമീറുകൾ ചേർത്തുമ്പോൾ എന്തായിരിക്കും? വളരെ ചുരുക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും, നിശ്ചയമായും. ഇന്നഹു നിശ്ചയമായും അവൻ. അപ്പോൾ അവിടെ ഇന്ന എന്നുള്ളത് ഹർഫു തൗക്കീദാണ്. ഹു എന്നുള്ളത് ഇസ്മു ഇന്ന. ഇസ്മു ഇന്ന എന്തിൻ്റെ സ്ഥാനത്താ? നസ്ബായിരിക്കും അല്ലേ. ഇന്നയും ഇന്നയുടെ സഹോദരിമാരും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുബത്തദ എന്തായിരിക്കും? ഇന്നയുടെ ഇസ്മായിരിക്കും, അല്ലെങ്കിൽ ആ സഹോദരിമാരുടെ ഇസ്മായിരിക്കും. അപ്പോൾ ഹു എന്നുള്ളത് എന്തിൻ്റെ? നസ്ബായിരിക്കും, മൻസൂബായിരിക്കും. ഇസ്മു ഇന്ന മൻസൂബ്. ഇന്നഹു
നിശ്ചയമായും അവൻ, ഇന്നഹുമാ നിശ്ചയമായും അവർ രണ്ടുപേർ, ഇന്നഹും നിശ്ചയമായും അവർ രണ്ടിലധികം പുരുഷന്മാർ, ഇന്നഹ തീർച്ചയായും അവൾ, ഇന്നഹുമാ തീർച്ചയായും അവർ രണ്ട് സ്ത്രീകൾ, ഇന്നഹും തീർച്ചയായും അവർ രണ്ടിലധികം പുരുഷന്മാർ, ഇന്നക തീർച്ചയായും നീ, ഇന്നക്കുമ തീർച്ചയായും നിങ്ങൾ രണ്ട് പുരുഷന്മാർ, ഇന്നക്കും തീർച്ചയായും നിങ്ങൾ രണ്ടിലധികം പുരുഷന്മാർ, ഇന്നക്കി തീർച്ചയായും നീ ഒരു സ്ത്രീ, ഇന്നക്കുമ നിശ്ചയമായും നിങ്ങൾ രണ്ട് സ്ത്രീകൾ, ഇന്നക്കുന്ന നിശ്ചയമായും നിങ്ങൾ രണ്ടിലധികം സ്ത്രീകൾ, ഇന്നി അല്ലെങ്കിൽ ഇന്നനി നിശ്ചയമായും ഞാൻ, ഇന്ന അല്ലെങ്കിൽ ഇന്നന നിശ്ചയമായും ഞങ്ങൾ. അപ്പോൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്തു വന്ന ദമീറുകളെല്ലാം തന്നെ ഇന്നയുടെ ഇസ്മുകളാണ്. അത് നസ്ബിൻ്റെ സ്ഥാനത്താണ്. ഇതേപോലെ തന്നെയാണ് അന്ന എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ നിശ്ചയമായും അത് എന്നൊക്കെ അർത്ഥം കിട്ടും. ദാറ്റ് എന്നുള്ള അർത്ഥം വരും അന്നക്ക്. തൗക്കീദിൻ്റെ അർത്ഥം കൂടി വരുന്നുണ്ട്. ഇതേപോലെ തന്നെ അന്നഹു, അന്നഹുമ, അന്നഹും ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോവുക. അതുപോലെ മറ്റൊരു ഇന്നയുടെ സഹോദരിയാണ് ല അല്ലഹു അവനായേക്കാം. അല്ല ഹു എന്നുള്ളത് എന്താ? ഇസ്മുല അല്ല അല്ലേ? ഇസ്മുല അല്ല അല്ലയുടെ ഇസ്മാണ് ഹു എന്നുള്ളത്. നസ്ബിൻ്റെ സ്ഥാനത്തല്ല. അല്ലഹു ല അല്ലഹുമ ല അല്ലഹും ല അല്ലഹ ല അല്ലഹുമ ല അല്ലഹുന്ന ല അല്ലക ല അല്ലക്കുമ ല അല്ലക്കും ല അല്ലക്കി ല അല്ലക്കുമ ല അല്ലക്കുന്ന ല അല്ലി ല അല്ലന. ഓക്കെ, ഞാനായേക്കാം, ഞങ്ങളായേക്കാം, അങ്ങനെ. അതുപോലെ തന്നെ ലാക്കിന്ന എന്ന് പറഞ്ഞാൽ പക്ഷേ, എന്നാൽ, ലാക്കിന്ന ഹു എന്നാൽ അവൻ. ഹു എന്താണ്? ഇസ്മു ലാക്കിന്ന നസ്ബിൻ്റെ സ്ഥാനത്താണ്. ലാക്കിന്നഹു, ലാക്കിന്നഹുമ, ലാക്കിന്നഹും, ലാക്കിന്നഹ, ലാക്കിന്നഹുമ, ലാക്കിന്ന കുന്ന, ലാക്കിന്നക, ലാക്കിന്നകുമ, ലാക്കിന്നക്കും, ലാക്കിന്നക്ക്, ലാക്കിന്നക്കുമ, ലാക്കിന്നകുന്ന, ലാക്കിന്നനി, ലാക്കിന്നന, ലാക്കിന്നി അല്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത് നസ്ബിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ലമീറിനെ കുറിച്ചിട്ടുള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സർഫിലേക്ക് പോകാം, ഫിഅലിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ വീഡിയോയുടെ നിർത്തുകയാണ്. ഉപകാരപ്പെട്ടെങ്കിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.